ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് നടത്തേണ്ടത് MLA. മോള് കൃത്യമായി നടത്തുന്നത് ജനങ്ങളിൽ എത്തുക തന്നെ വേണം. ശരി അച്ഛാ, ആ പോയിന്റ് ഞാൻ പറഞ്ഞോളാം. അതുപോലെ നാളെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കാണണം. പുളിമോട് സ്കൂളിന്റെ അവസ്ഥ കൃത്യമായി ബോധ്യപ്പെടുത്തണം. ദേവികേ, എന്താ അമ്മേ? മതി, എഴുന്നേക്ക്. എഴുന്നേക്കാൻ. എന്താ പ്രഭ? ട്യൂഷൻ കഴിഞ്ഞു. പുസ്തകമൊക്കെ എടുത്തു വെച്ചിട്ട് പോ. അപ്പൊ ഇതാരാ, പ്രിൻസിപ്പളോ? ആ അതെ. എന്താ എന്താ പ്രഭ, MLA വരട്ടുകയാണോ? പിന്നെ വരട്ടാതെ. എന്റെ സിദ്ധു, ഇത് നിയമസഭയല്ല, വീടാ. ചന്ദ്രോത്ത് വീട്. ഈ കൊച്ചു നേരം വെളുക്കുന്നത് മുതൽ നാട്ടുകാര്യത്തിനിറങ്ങുക. വീട്ടിലെത്തിയാലെങ്കിലും ഒരു സമാധാനം കൊടുക്ക്. പാവം നന്ദൻ കാത്തിരിക്കുക. ദേവിക്ക് അങ്ങോട്ട് ചെല്ലട്ടെ. ഒരു ജനപ്രതിനിധിക്ക് നാട്ടുകാരൻ തന്നെ വീട്ടുകാരി. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഈ ഡയലോഗ് മുമ്പ് എന്നോട് സിദ്ധു കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറ്റ് നിവൃത്തിയില്ലാതെ അംഗീകരിച്ച് തന്നിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് പറ്റിയതേ പിള്ളേർക്ക് വരാൻ പാടില്ല. കുടുംബജീവിതവും ആസ്വദിക്കണം. നാട്ടുകാര്യത്തിനൊക്കെ ഒരു സമയം വെക്കണം. ആ മോള് ചെല്ല്. പ്രഭ, നാളെ ദേവിക്ക് 1-2 ഉദ്ഘാടനങ്ങളുണ്ട്. അതിന്റെ പ്രസംഗങ്ങൾ തയ്യാറാക്കണം. പിന്നെ പ്രസംഗം തയ്യാറാക്കൽ. രാഷ്ട്രീയക്കാരുടെ പ്രസംഗത്തിന് പ്രത്യേകിച്ച് എന്ത് തയ്യാറാക്കാനിരിക്കുന്നു? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ MLA ആയിരിക്കുമ്പോൾ 1947 അങ്ങനെ തിരിച്ചും മറിച്ചും കുറെ വാചകങ്ങൾ വെച്ച് അലക്കുക. എതിർകക്ഷിയെ കുറ്റം പറയുക. കൈയടിക്കാൻ അണികളുള്ളതുകൊണ്ട് പുട്ടിന് പീര പോലെ ഇടയ്ക്കിടയ്ക്ക് കൈയടിയും കിട്ടും. ഇത് തന്നെയല്ലേ രാഷ്ട്രീയ പ്രസംഗം? എന്റെ അമ്മ വിചാരിക്കും പോലെ അല്ല. പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ഏറില്ല. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ പറ്റും. സാരമില്ല, ഇക്കാലത്ത് ഏതാണ്ട് എല്ലാവരും ഇടയ്ക്കൊക്കെ ഏറിൽ പോവും. എന്തായാലും MLA ചെല്ല്. എന്നാ പിന്നെ മോള് പൊയ്ക്കോ. വീട്ടിലെ മുഖ്യമന്ത്രി പറയുമ്പോ അനുസരിച്ചല്ലേ പറ്റൂ. അമ്മയുടെ അടവൊക്കെ എനിക്ക് മനസ്സിലായി. അടവോ? എന്തടവ്? അല്ല, അമ്മയ്ക്ക് അച്ഛനെ ഒന്ന് അടുത്ത് കിട്ടണം. പക്ഷെ അത് തുറന്നു പറയാനും വയ്യ. അപ്പൊ എനിക്ക് വേണ്ടിട്ടെന്ന പോലെ ഒരഭിനയം. ശരി അമ്മേ, ഞാൻ മാറിത്തരാം. ദേ, ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. എന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങു കേട്ടോ. അമ്മ ദേഷ്യം കാണിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞതുള്ള കാര്യം തന്നെയാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊച്ചുവർത്താനം പറയാൻ വേണ്ടി എന്നെ ഓടിക്കുന്നു അല്ലേ? നിനക്കിന്ന് ഞാൻ കൂടി എവിടുന്ന്. ഇപ്പൊ സമാധാനമായല്ലോ. ഈ വയസ്സാം കാലത്ത് പിള്ളേരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. സിദ്ധു, നമ്മുടെ വയസ്സും പ്രായവും ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ മോന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഈ ചെറുപ്രായത്തിലും മരുമോളെ പിടിച്ച് MLA ആക്കി. രാവും പകലും രാഷ്ട്രീയവും ഭരണവും പഠിപ്പിക്കലും. അവർക്കും ജീവിക്കണ്ടേ? സമ്മതിക്കണം. നമ്മുടെ നാട്ടിലെ അമ്മായിയമ്മമാരൊക്കെ ഇങ്ങനെ ചിന്തിച്ചാ പഴയതുപോലെ എല്ലാ വീട്ടിലും കൂട്ടുകുടുംബം തിരിച്ചു വന്നേനെ. എന്നാ പിന്നെ നമുക്ക് കിടക്കാം. വേണ്ട വേണ്ട, സാർ കുറച്ച് കഴിഞ്ഞു വന്നാ മതി. ദേവികയോ നന്ദനോ വന്ന് നോക്കുമ്പോ നമ്മൾ ഇവിടെ ഇല്ലെങ്കിലേ അവര് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നും. ഞങ്ങൾ വന്ന് നോക്കില്ല. പോവില്ലേ നീ? കൂടി എവിടുന്ന്? അപ്പൊ ശരി സാറേ, സാർ ഇവിടെ ഇരുന്നു. ഗുഡ് നൈറ്റ് സാറേ.